ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫോറിയർ ഇൻ്റഗ്രൽസ് ആണ്. നിങ്ങളുടെ 5th മോഡ്യൂളായ ഫോറിയർ ട്രാൻസ്ഫോംസിലെ ഫസ്റ്റ് ടോപ്പിക്കാണ്. S2-ൻ്റെ 5th മോഡ്യൂളും S4-ൻ്റെ 2nd മോഡ്യൂളുമാണ് ഫോറിയർ ഇൻ്റഗ്രൽസ് ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോംസ്. ഫസ്റ്റ് ടോപ്പിക്ക് ഫോറിയർ ഇൻ്റഗ്രൽസ് ആണ്. ഫോറിയർ ഇൻ്റഗ്രൽസ് നമ്മൾ പിന്നെ ഫസ്റ്റ് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ പഠിച്ചിട്ടുണ്ട്. f(x)നെ ഒരു ഇൻഫിനിറ്റ് സീരീസിൻ്റെ സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ പഠിക്കുന്ന പറഞ്ഞാൽ f(x)നെ ഒരു ഇൻ്റഗ്രലിൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. f(x)നെ ഇൻ്റഗ്രലിൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. f(x)നെ ഇൻ്റഗ്രലിൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ f(x)ന് കുറച്ച് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് എന്ന് പറയുന്നത് f(x) ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. അതിന് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും എല്ലാ പോയിന്റിലും എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ദ ഇൻ്റഗ്രൽ -∞ to ∞ f(x) dx എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ f(x) can be represented by a Fourier integral. f(x) can be represented by a Fourier integral. That is f(x) equal to integral 0 to ∞ a of omega cos omega x plus b of omega sin omega x d omega, where a of omega equal to 1 by pi integral -∞ to ∞ f of v cos omega v dv, and b of omega equal to 1 by pi integral -∞ to ∞ f of v sin omega v dv. This is the Fourier integral representation of f of x. Next is Fourier integral and Fourier cosine integral and Fourier sine integral. If f of x is an even function, f of x even function ആണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ എന്ത് വരും? ഇത് f of x ഒരു ഈവൻ ഫംഗ്ഷൻ, സൈൻ എന്ന് പറയുന്ന ഒരു ഓഡ് ഫംഗ്ഷൻ വരും. അപ്പം ഈവൻ ഫംഗ്ഷൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷൻ എന്താവും? ഓഡ് ഫംഗ്ഷൻ ആവും. ഇൻ്റഗ്രൽ -∞ to ∞ ഓഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ എന്താ? 0 ആയിരിക്കും. അപ്പോൾ b of omega എന്താവും? 0 ആയിരിക്കും. ഇവൻ f of x is an even function, b of omega equal to 0. Then f of x equal to integral 0 to ∞ a of omega cos omega x d omega, where a of omega equal to 2 by pi integral 0 to ∞ f of v cos omega v dv. Okay, next when f of x is an odd function, when f of x odd function ആവുകയാണെങ്കിൽ ഇവിടെ വരും f of x ഓഡും കോസ് ഈവനും, ഓഡ് ഇൻറ്റു ഈവൻ ഓഡ് ഫംഗ്ഷൻ, ഇൻ്റഗ്രൽ -∞ to ∞ ഓഡ് ഫംഗ്ഷൻ is 0, then a of omega equal to 0, then we get f of x equal to integral 0 to ∞ a of omega cos omega x d omega, where a of omega equal to 2 by pi integral 0 to ∞ f of v cos omega v dv. Okay, ഈ 3 equations ആണ് Fourier integral representation of f of x, Fourier cosine integral, Fourier sine integrals. ഇത് ഫൈൻഡ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ Fourier integral representation of f of x equal to 1 if mod x less than 1 and 0 if mod x greater than 1. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അത് ഈവൻ ഫംഗ്ഷനാണോ ഓഡ് ഫംഗ്ഷനാണോ എന്നൊക്കെ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൊസൈൻ ഇൻ്റഗ്രലാണോ സൈൻ ഇൻ്റഗ്രലാണോ വേണ്ടതെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ അതായത് എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും എല്ലാം ഫൈൻഡ് ചെയ്യണം. ഇപ്പം ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ബി ഓഫ് ഒമേഗ വേണ്ട, ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എ ഓഫ് ഒമേഗ വേണ്ട. അപ്പം അത് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ f of -x എന്താകണം? f of x ആകണം. അങ്ങനെയാണ് ഈ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ f of -x എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? f of -x ഈക്വൽ ടു എന്ത് തന്നെ വരും? 1 തന്നെ വരും അല്ലേ? ഇവിടെ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ f of -xഉം ഈ ഫംഗ്ഷൻ തന്നെ വരും. therefore the given function is an even function. therefore its b of omega is 0. then it has cosine integral representation, that is f of x equal to integral 0 to ∞ a of omega cos omega x d omega, where a of omega equal to 2 by pi integral 0 to ∞ f of v cos omega v dv. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 0 to ∞ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് മോഡ് എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എത്ര? 1. മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ -1നും +1നും ബിറ്റ്വീൻ ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് വരും? 1 വരും. നമുക്കിവിടെ അപ്പം 0 to ∞, അപ്പം 0 മുതൽ എവിടെ വരെ? 1 വരെ ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് വരും? 1 വരും. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താവും? 0 ആവും. therefore this is equal to 2 by pi integral 0 to 1 1 cos omega v dv plus integral 1 to ∞ 0 cos omega v dv.
അപ്പം ഈ ഇൻ്റഗ്രൽ എന്തായി 0 ആയി. therefore 2/π cos ഒമേഗ വിയുടേത് sin ഒമേഗ v ബൈ ഒമേഗ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കുമ്പോൾ 2/π അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ sin ഒമേഗ മൈനസ് ലോവർ ലിമിറ്റ് sin 0 ബൈ ഒമേഗ വിച്ച് ഇസ് ഈക്വൽ ടു 2/π sin ഒമേഗ ബൈ ഒമേഗ. therefore f of x ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി 2/π sin ഒമേഗ ബൈ ഒമേഗ cos ഒമേഗ x d ഒമേഗ. നമുക്ക് എഫ് ഓഫ് എക്സിന് ഇപ്പം എന്താ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി 2/π sin ഒമേഗ ബൈ ഒമേഗ കോസ് ഒമേഗ എക്സ് ബൈ ഡി ഒമേഗ എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ഇവിടുത്തെ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിൻ്റ് ഏതാണ് നോക്കണം. ഇവിടുത്തെ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് +or-1 ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുന്നത്. ഇതിവിടെ mod x <1 ആണ്. അപ്പം -1ന് +1ന് ബിറ്റ്വീൻ ആണെങ്കിൽ എന്ത് വരുമെന്ന് പറഞ്ഞ് 1 വരുമെന്ന് പറഞ്ഞ് mod x >1 ആണെങ്കിൽ 0 വരുമെന്ന് പറഞ്ഞത്. അതായത് 1നെക്കാട്ടിയും ഗ്രേറ്റർ -1നെക്കാട്ടി ലെസ് ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0യും 1നും -1നും ബിറ്റ്വീൻ ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 എന്നും വരും. അപ്പം ആ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ ഡിഫൈൻ ചെയ്യാത്ത 2 പോയിൻ്റാണ് -1ഉം 1ഉം. അതായത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ അവിടെ 2 ബ്രേക്ക് വരും. ആ 2 പോയിന്റിൽ ഫംഗ്ഷൻ എന്താണ് ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പം ആ 2 പോയിന്റിലും ഈ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ അതിനെ ഇൻ്റഗ്രലിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പം എന്താണ് വാല്യൂ എന്ന് നമുക്ക് നോക്കണം. അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി അറ്റ് എ പോയിന്റ് വെയർ എഫ് ഓഫ് എക്സ് ഇസ് ഡിസ്കണ്ടിന്യൂസ് ദ വാല്യൂ ഓഫ് ദ ഫോറിയർ ഇൻ്റഗ്രൽ ഈക്വൽ ടു ദ ആവറേജ് ഓഫ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് ദാറ്റ് പോയിന്റ്. എന്താ ആവറേജ് വാല്യൂ ഓഫ് എന്തിൻ്റെയൊക്കെ ആവറേജ് അതിൻ്റെ ലെഫ്റ്റ് ഏത് പോയിന്റിലാണ് എഫ് ഓഫ് എക്സ് ഡിസ്കണ്ടിന്യൂസ് ആവുന്നത് ആ പോയിന്റിൽ അതിൻ്റെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ആവറേജ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. ഓക്കെ, the average of left hand and right hand of f of x at x equal to +or-1 എന്ന് പറയുന്നത് എന്ത് വരും 1 + 0/2 equal to 1/2. that is f of x equal നമുക്ക് കിട്ടിയ വാല്യൂ 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി sin ഒമേഗ cos ഒമേഗ x ബൈ ഒമേഗ ഡി ഒമേഗ വിച്ച് ഇസ് ഈക്വൽ ടു ഗിവൺ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിരുന്നു. ഇഫ് mod x <1 ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1, mod x <1 ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0, x ഈക്വൽ ടു +or-1 ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മളിവിടെ ഫൈൻഡ് ചെയ്ത് എന്ത് 1/2 ആണെങ്കിൽ ദിസ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി sin ഒമേഗ കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ ഡി ഒമേഗ ഈക്വൽ ടു 2/πയുടെ മൾട്ടിപ്ലൈ എന്താ π/2 if mod x <1, 0 if mod x <1 and π/4 if x equal to +or-1. Okay, this is the Fourier integral representation of f of x. ഇനി അറ്റ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ ഇൻ്റഗ്രൽ എന്തായി മാറും. അറ്റ് എക്സ് ഈക്വൽ ടു 0 ദിസ് ഇൻ്റഗ്രൽ ബിക്കം ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി sin ഒമേഗ ബൈ ഒമേഗ ഡി ഒമേഗ. അറ്റ് എക്സ് ഈക്വൽ ടു 0യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ π/2. അപ്പം ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി sin ഒമേഗ ബൈ ഒമേഗ ഡി ഒമേഗയുടെ വാല്യൂ എന്താണ് π/2. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി sin ഒമേഗ ബൈ ഒമേഗ ഡി ഒമേഗ ഈക്വൽ ടു π/2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി cos ഒമേഗ എക്സ് പ്ലസ് omega sin omega x by 1 plus omega square d omega equal to 0 if x less than 0 and π/2 if x equal to 0 pi e raised to minus x if x greater than 0. അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് എക്സ് തന്നിട്ടില്ല. ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇതിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു എഫ് ഓഫ് എക്സ് കൺസിഡർ ചെയ്യണം. നമ്മൾ എഫ് ഓഫ് എക്സ് കൺസിഡർ ചെയ്യുമ്പോഴും ഇപ്പം നമ്മൾ നേരത്തെ ക്വസ്റ്റൻ ആണ് ഈക്വൽ ടു വാല്യൂ നമ്മൾ എടുക്കത്തില്ല. അതില്ലാതാണ് എഫ് ഓഫ് എക്സ് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ x greater than 0 മാത്രമായിട്ടും എടുക്കാം. let f of x equal to 0 if x less than 0 pi e raised to minus x if x greater than 0. then f of x equal to integral 0 to infinity a of omega cos omega x plus b of omega sin omega x d omega where a of omega equal to 1/π integral minus infinity to infinity f of v cos omega v dv that is equal to 1/π എന്താ x less than 0 ആണെങ്കിൽ 0 അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു 0 ഫംഗ്ഷൻ്റെ വാല്യൂ 0 പ്ലസ് 0 to ഇൻഫിനിറ്റി പൈ ഇ റേസ് ടു മൈനസ് വി കോസ് ഒമേഗ വി ഡി വി. ഇനി നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ ഇൻ്റഗ്രൽ എഴുതണം. അപ്പം നിങ്ങൾക്ക് ഈ 2 റിസൾട്ടും അറിയാലോ. ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി square into a cos bx plus b sin bx and integral e raised to x sin bx dx equal to e raised to x by a square plus b square into a sin bx minus b cos bx. അപ്പോൾ ഈ റിസൾട്ട് യൂസ് ചെയ്താണ് ഇ റേസ് ടു എക്സും കോസും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹിയർ 1/π ഇൻറ്റു ഇവിടുത്തെ പൈ കോൺസ്റ്റൻറ്റ് പൈ ഇൻറ്റു ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കണം. ഇവിടെ എ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് വി. അപ്പം ഈ വിയുടെ കോഎഫിഷ്യൻറ്റ് -1
വിയുടെ കോഎഫിഷ്യൻറ്റ് -1 ആൻഡ് എന്താ ബി ഈക്വൽ ടു കോസ് ഒമേഗ വിയിലെ വിയുടെ കോഎഫിഷ്യൻറ്റ് ഒമേഗ. അപ്പം എ ഈക്വൽ ടു -1 ബി ഈക്വൽ ടു ഒമേഗയും. ദെർഫോർ ദിസ് ഈക്വൽ ടു ഇ റേസ് ടു -v ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ -1 കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് 0 to ഇൻഫിനിറ്റി. ഓക്കെ, ഇത് ഇൻ്റഗ്രൽ എഴുതാൻ മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 minus 1 by 1 plus omega square, that is equal to 1 by 1 plus omega square. Next, b of omega equal to 1 by pi integral minus infinity to infinity f of v sin omega v dv, that is equal to 1 by pi integral 0 to infinity എന്ത് വരും pi e raised to minus b sin omega v dv, that is equal to ഇവിടെ നേരത്തെ റിസൾട്ട് അപ്ലൈ ചെയ്യണം. അപ്പം ഇവിടെ ഹിയർ എ ഈക്വൽ ടു -1 ബി ഈക്വൽ ടു ഒമേഗ ദെൻ ഇ റേസ് ടു -v ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു -1 സൈൻ ഒമേഗ എക്സ് മൈനസ് ഒമേഗ കോസ് ഒമേഗ എക്സ്, അതായത് ഇ റേസ് ടു -x ബൈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ഇ റേസ് ടു -ഇൻഫിനിറ്റിയുടെ 0 ആവും, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം എന്താവും സൈൻ 0 ആവും, പിന്നെ ഇവിടുത്തെ മൈനസ് ഒമേഗ വരും. അപ്പോൾ എന്ത് കിട്ടി ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗയുടെ വാല്യൂ ബി ഓഫ് ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 by 1 പ്ലസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സെയിം ഡിനോമിനേറ്റർ കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ. ഇനി നമുക്ക് അറ്റ് ഏത് പോയിന്റിലെ വാല്യൂ നോക്കണം. അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 0 വാല്യൂ നോക്കണം. എക്സ് ഈക്വൽ ടു 0 ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡിൻ്റെയും റൈറ്റ് ഹാൻഡിൻ്റെയും ആവറേജ് എടുക്കണം. അപ്പം ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു, എക്സ് ഗ്രേറ്റർ ദാൻ 0 എക്സ് ലെസ് ദാൻ 0 എന്താ അറ്റ് എക്സ് ഈക്വൽ ടു 0 വാല്യൂ നോക്കണം. അപ്പം 0 പ്ലസ് ഇവിടെ എന്തൊരു പൈ റേസ് ടു 0 ഉണ്ടാവും. അപ്പോൾ 0 പ്ലസ് പൈ, അപ്പോൾ പൈ പ്ലസ് 0/2 ഈക്വൽ ടു പൈ ബൈ 2. അതായത് അറ്റ് എക്സ് ഈക്വൽ ടു 0 എടുക്കണമെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത എഫ് ഓഫ് എക്സിനകത്ത് എന്തൊക്കെയുള്ളായിരുന്നു, നമ്മൾ നേരത്തെ എടുത്ത എഫ് ഓഫ് എക്സിൽ 0 എഫ് എക്സ് ലെസ് ദാൻ 0യും പൈ റേസ് ടു -x എഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എടുക്കും. അപ്പം അറ്റ് എക്സ് ഈക്വൽ ടു 0 അതിൻ്റെ രണ്ടിൻ്റെയും ആവറേജിൻ്റെ സം. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ഒന്ന് 0 ആവും, ഒന്ന് പൈ, അപ്പോൾ പൈ പ്ലസ് 0/2 ഈക്വൽ ടു പൈ ബൈ 2. ദെർഫോർ ദിസ് ഈക്വൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഈക്വൽ ടു 0 if x ലെസ് ദാൻ 0 പൈ ബൈ 2 if x ഈക്വൽ ടു 0 പൈ റേസ് ടു -x if x ഗ്രേറ്റർ ദാൻ 0. ഹെൻസ് we proved. Next question, show that integral 0 to infinity sin pi omega into sin omega x by 1 minus omega square d omega equal to pi by 2 sin x if 0 less than or equal to x less than or equal to pi and 0 x greater than pi. അപ്പോൾ നമ്മളിവിടെ എഫ് ഓഫ് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത് ഇത് തന്നെ എടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 sin x if 0 less than or equal to x less than pi and 0 if x greater than pi. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ സൈൻ പൈ ഒമേഗ സൈൻ ഒമേഗ എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം അവിടെ ആര് മാത്രമേ ഉള്ളൂ, സൈൻ മാത്രമേ ഉള്ളൂ, സൈൻ ഒമേഗ എക്സ് എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഗിവൺ ഫംഗ്ഷൻ്റെ സൈൻ ഇൻറ്റഗ്രലാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സൈൻ ഒമേഗ എക്സ് എന്നുള്ളതുകൊണ്ട് സൈൻ ഇൻറ്റഗ്രലാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ദെർഫോർ ഓഫ് എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ വേർ ബി ഓഫ് ഒമേഗ ഈക്വൽ ടു 2/π ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ബി സൈൻ ഒമേഗ ബി ഡി വി ദറ്റ് ഈസ് ഈക്വൽ ടു 2/π വാല്യൂ എടുക്കുന്നുണ്ട്. 0 ടു പൈ ഫംഗ്ഷൻ്റെ വാല്യൂ പൈ ബൈ 2 സൈൻ ബിയും പൈ ടു ഇൻഫിനിറ്റി ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദെൻ പൈ എന്ത് വരും 2/π ഇൻറ്റു പൈ ബൈ 2 ഔട്ട് സൈഡ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്ത് വരും സൈൻ വി സൈൻ ഒമേഗ വി ഡി വി എന്ന് വരും. ഇനി നമ്മളവിടെ റിസൾട്ട് അപ്ലൈ ചെയ്യണം. നമുക്കറിയാം 2 സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ എന്താ കോസ് ഓഫ് എ മൈനസ് ബി മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി. അപ്പോൾ ഇവിടെ നമുക്കൊരു 2 ഉണ്ട്, 2 സൈൻ എ കോസ് ബി ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും, 1/π ഇൻറ്റു പൈ ബൈ 2 ഇൻ്റഗ്രൽ 0 ടു പൈ കോസ് ഓഫ് എ മൈനസ് ബി കോസ് ഓഫ് എ എന്ന് പറയുന്നത് വി മൈനസ് ഒമേഗ വി മൈനസ് കോസ് ഓഫ് വി പ്ലസ് ഒമേഗ വി ഡി വി. That is equal to 1/2 into integral 0 to pi
ഇതിൽ നിന്ന് വി ഔട്ട്സൈഡ് എടുക്കുമ്പോൾ കോസ് ഓഫ് 1 മൈനസ് ഡബ്ല്യു ഒമേഗ ഇൻറ്റു വി മൈനസ് കോസ് ഓഫ് 1 പ്ലസ് ഒമേഗ ഇൻറ്റു വി ഡി വി ദറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഇതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ 1 മൈനസ് ഒമേഗ ഇൻറ്റു വി ബൈ 1 മൈനസ് ഒമേഗ മൈനസ് സൈൻ ഓഫ് കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ഓഫ് 1 പ്ലസ് വി ഇൻറ്റു 1 പ്ലസ് ഒമേഗ ഇൻറ്റു വി ബൈ 1 പ്ലസ് ഒമേഗ 0 ടു പൈ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ വി റീപ്ലേസ് ചെയ്ത് പൈ വരും. ഇവിടെയും എന്താവും പൈ ആവും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ 0 വരും. ഇതും സൈൻ 0 വരും. അപ്പോൾ എന്താവും 0 ആവും. അപ്പോൾ 1/2 സൈൻ 1 മൈനസ് ഒമേഗ ഇൻറ്റു പൈ ബൈ 1 മൈനസ് ഒമേഗ മൈനസ് സൈൻ 1 പ്ലസ് ഒമേഗ ഇൻറ്റു പൈ ബൈ 1 പ്ലസ് ഒമേഗ. അപ്പം ഇവിടെ സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ വരും. സൈൻ 180 പ്ലസ് തീറ്റ ആകുമ്പം മൈനസ് സൈൻ തീറ്റ വരും. അപ്പോൾ 1/2 ഇൻറ്റു സൈൻ ഒമേഗ പൈ ബൈ 1 മൈനസ് ഒമേഗ പ്ലസ് സൈൻ ഒമേഗ പൈ ബൈ 1 പ്ലസ് ഒമേഗ. സൈൻ ഒമേഗ പൈ രണ്ടിടത്ത് നിന്ന് ഔട്ട് സൈഡ് എടുത്ത് അപ്പോൾ സൈൻ ഒമേഗ പൈ ബൈ 2 ഇൻറ്റു ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ 1 പ്ലസ് ഒമേഗ പ്ലസ് 1 മൈനസ് ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ. ഒമേഗ ക്യാൻസൽഡ് 1 പ്ലസ് 1 2 വരും. 2 ക്യാൻസൽഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ പൈ ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ. therefore x ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ പൈ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഗിവൺ ഫംഗ്ഷൻ എന്താ 0 എക്സ് ഗ്രേറ്റർ ദാൻ പൈ by 2 sin x greater than pi. Okay, next question. Using Fourier sine integral, show that integral 0 to infinity 1 minus omega by omega sin omega x d omega equal to pi by 2 if 0 less than x less than pi and 0 if x greater than pi. നമ്മളിവിടെ എഫ് ഓഫ് എക്സ് ആയിട്ട് എന്ത് തന്നെ ചൂസ് ചെയ്യാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 ഇഫ് എക്സ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ. Therefore f of x equal to integral 0 to infinity b of omega sin omega x d omega, where b of omega equal to 2 by pi integral 0 to infinity f of b sin omega v dv. 2 by pi integral 0 to infinity pi by 2 into ഇവിടുത്തെ ഫംഗ്ഷൻ പൈ ബൈ 2 ആയിരുന്നപ്പോൾ പൈ ബൈ 2 ഇൻറ്റു സൈൻ ഒമേഗ വി ഡി വി ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു പൈ സൈൻ ഒമേഗ വി ഡി വി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് ഒമേഗ വി ബൈ മൈനസ് കോസ് ഒമേഗ വി ബൈ ഒമേഗ വരും. ലിമിറ്റ് അപ്ലൈ ചെയ്ത് അപ്പർ ലിമിറ്റ് കൊടുക്കുക മൈനസ് കോസ് ഒമേഗ വി മൈനസ് മൈനസ് കൂടെ പ്ലസ് കോസ് 0 ബൈ ഒമേഗ കോസ് 0 1 മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ. therefore f of x equal to integral 0 to infinity 1 minus cos omega by omega into sin omega x d omega that is equal to given question pi by 2 if 0 less than x less than pi 0 if x greater than pi. Next question, find the Fourier integral representation using Fourier integral representation, show that integral 0 to infinity sin omega by omega cos omega by omega square sin x omega d omega equal to pi by 2 x if 0 less than x less than 1 pi by 4 if x equal to 1 0 if x greater than 1. അപ്പോൾ നമ്മൾ എങ്ങനെ ഫംഗ്ഷൻ എടുക്കും f of x equal to pi by 2x if 0 less than x less than 1 and 0 if x greater than 1. അപ്പം ഇവിടെ sin x omega ഇല്ലേ, അപ്പോൾ നമ്മൾ എന്തെടുക്കണം Fourier sin integral, then f of x equal to integral 0 to infinity b of omega sin omega x d omega that is equal to 2 by pi integral 0 to infinity ബി ഓഫ് ഒമേഗ എന്താ ബി ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എഫ് ഓഫ് വി സൈൻ ഒമേഗ വി ഡി വി ദറ്റ് ഈസ് ഈക്വൽ ടു 2 ബൈ പൈ ഇൻറ്റഗ്രൽ 0 ടു 1 പൈ ബൈ 2 വി സൈൻ ഒമേഗ വി ഡി വി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം 2 ബൈ പൈയും പൈ ബൈ 2 ക്യാൻസലായി ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ ഒമേഗ വിയുടെ ഇൻറ്റഗ്രൽ മൈനസ് കോസ് ഒമേഗ വി ബൈ ഒമേഗ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിയുടെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇതിൻ്റെ ഇൻറ്റഗ്രൽ മൈനസ് കോസിൻ്റെ ഇൻറ്റഗ്രൽ എന്തോ സൈൻ ഒമേഗ വി by omega square ലിമിറ്റ് 0 to 1. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ഇതെന്താവും? വിക്ക് 1 കൊടുക്കുമ്പം മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ മൈനസും പ്ലസ് സൈൻ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സെയിം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം മൈനസ് ഒമേഗ കോസ് ഒമേഗ പ്ലസ് സൈൻ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. ഇത് നമ്മൾ ചെയ്തത് ഇപ്പം ബി ഓഫ് ഒമേഗ ആയിരുന്നു ഈ ചെയ്തത്. therefore
equal to integral 0 to infinity sin omega by omega cos omega by omega square sin omega x d omega. ഇവിടെ നമ്മൾ എക്സ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1ഉം എക്സ് ഗ്രേറ്റർ ദാൻ 1ഉം ആണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇനി എക്സ് ഈക്വൽ ടു 1ൽ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ എക്സ് ഈക്വൽ ടു 1ൽ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് അറ്റ് എക്സ് ഈക്വൽ ടു 1ൽ ഇതിൻ്റെ രണ്ടിൻ്റെ ആവറേജ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു 1 പൈ ബൈ 2, ഇതിൻ്റെ വാല്യൂ 0. അപ്പോൾ എന്ത് കിട്ടും? പൈ ബൈ 2 പ്ലസ് 0/2 ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ ബൈ 4. therefore integral 0 to infinity sin omega by omega cos omega by omega square sin omega x dx equal to pi by 2 x if 0 less than x less than 1, pi by 2 if x equal to 1, 0 if x greater than 1. Okay. Next question, find the cosine and sine integral of f of x equal to e raised to minus kx x greater than 0 k greater than 0. അപ്പോൾ ഫസ്റ്റ് cosine integral ആണ്. cosine integral equation where a of omega equal to 2 by pi integral 0 to infinity f of v cos omega v dv that is equal to 2 by pi e raised to minus kx into cos omega v dv. അപ്പോൾ നേരത്തെ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നത് എന്ത് വരും? e raised to x by a square plus b square. ഇവിടെ a എന്ന് പറയുന്നത് മൈനസ് കെയും b എന്ന് പറയുന്നത് ഒമേഗ. അപ്പോൾ e raised to minus kv by k square plus omega square into minus k cos omega v plus omega sin omega v. ലിമിറ്റ് 0 to infinity. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e raised to minus infinity വരെ പൈ ടൈം ഫുള്ള് 0 ആവും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം e raised to 0 1 വരും. ഇവിടെ cos 0 1 വരും. sin 0 0. അപ്പോൾ എന്ത് വരും? ഇത് 1 by k square plus omega square into minus k. It is equal to 2 pi by k, 2k by pi into k square plus omega square. Then substituting that value, then we get the f of x. അപ്പോൾ f of x equal to എന്തായി 0 to infinity 2k by pi k square plus omega square cos omega x d omega. Therefore integral 0 to infinity 1 by k square plus omega square cos omega x dx equal to എന്താവും? pi by 2k pi by 2k f of x. ഈ pi by 2k അവിടെ കൊണ്ട് ഇപ്പോൾ pi by 2k f of x. f of x എന്ന് പറയുന്നത് ആരായിരുന്നു? e raised to minus kx. അപ്പം integral 0 to infinity 1 by k square plus omega square cos omega x dx equal to pi by 2k e raised to minus kx. നെക്സ്റ്റ് സൈൻ ഇൻ്റഗ്രൽ ചെയ്യുന്നത് സൈൻ ഇൻ്റഗ്രലിൻ്റെ ഇക്വേഷൻ എഴുതി വേർ b of omega e raised to minus kv sin omega v dv. ഇവിടെ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ e raised to minus kv by k square plus omega square into minus k sin omega x minus omega cos omega x 0 to infinity. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 വരും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം ഇത് 0 ആവും. ഇത് 1 ആകും. ഇതെന്ത് വരും? 1 ആകും. This equal to 2 omega by pi into k square plus omega square. Then f of x equal to integral 0 to infinity 2 omega by pi k square plus omega square sin omega x dx. Integral 0 to infinity omega by k square plus omega square sin omega x d omega equal to pi by 2 into f of x എന്ന് എഴുതാം. Here f of x എന്ന് പറയുന്നത് e raised to minus kx. അപ്പോൾ നമ്മളിവിടെ രണ്ട് റിസൾട്ടാണ് പ്രൂവ് ചെയ്തത്. ലാപ്ലാസ് ഇൻ്റഗ്രൽസ്, അതായത് ഇൻ്റഗ്രൽ 0 to infinity cos omega x by k square plus omega square d omega എന്ന് പറയുന്നത് pi by 2k e raised to minus kx. integral 0 to infinity omega by sin omega x by k square plus omega square എന്ന് പറഞ്ഞാൽ pi by 2 e raised to minus kx. ഓക്കെ, ഈ രണ്ട് ഇൻ്റഗ്രൽസ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. Next question, represent f of x equal to 1 by x square x greater than 0 as a Fourier cosine integral. അപ്പോൾ Fourier cosine integral equation where a of omega equal to 2 by pi integral 0 to infinity 1 by 1 plus p square cos omega v dv. ഇപ്പോൾ നമ്മളിവിടെ നേരത്തെ റിസൾട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. എന്താ? cos omega x by k square plus omega square dv pi by 2k e raised to minus kx. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്നത്, രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ k എന്ന് പറയുന്നത് 1ഉം ഒമേഗ എന്ന് പറയുന്നത് vയും x എന്ന് പറയുന്നത് w ആണ്. അപ്പം പൈ ബൈ 2k e raised to minus kx എന്താകും? പൈ ബൈ 2 e raised to minus ഒമേഗ. അപ്പോൾ 2 by pi പൈ ബൈ 2 e raised to minus ഒമേഗ ദാറ്റ് ഈസ് ഈക്വൽ ടു e raised to minus pi. അപ്പം ഈ ഇൻ്റഗ്രൽ അറിയാമെങ്കിൽ ആ വാല്യൂ ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, therefore f of x equal to 0 to infinity e raised to minus omega cos omega x d omega. Okay, next question, represent f of x equal to sin x 0 less than x less than pi 0 x greater than pi as a Fourier cosine integral. അപ്പം f of x ൻ്റെ ഇക്വേഷൻ എഴുതി. അപ്പം a of omega എന്ന് പറയുന്നത് 2 by pi integral 0 to infinity sin x cos omega x d omega ആണ്. ഇവിടെ നമ്മൾ ഈ റിസൾട്ടാണ് യൂസ് ചെയ്യുന്നത്. 2 sin a cos b equal to sin of a plus b plus sin of a minus b. That is equal to
1 by pi integral 0 to pi sin of v plus omega v plus sin of v minus omega v, that is equal to 1 by pi sin of 1 plus omega into v plus sin of 1 minus omega into v dv, that is equal to sin integral minus cos by coefficient of v 1 plus v minus sin minus cos omega 1 minus cos 1 minus omega v by 1 minus omega, limit 0 to pi. upper limit കൊടുക്കുമ്പോൾ ഇവിടെ pi ഇതും pi minus lower limit കൊടുക്കുമ്പോൾ cos 0 1 ആവും, ഇതും എന്താവും 1 ആവും. then we get 1 by pi minus cos 1 plus omega into pi by 1 plus omega minus cos 1 minus omega into pi by 1 minus omega minus 1 plus omega minus 1 by 1 minus omega, that is equal to 1 by pi minus cos ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം 180 പ്ലസ് ഒമേഗ പൈ എന്ന് വരും. cos 180 പ്ലസ് തീറ്റ മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ മൈനസ് മൈനസ് കൂടെ പ്ലസ് കോസ് ഒമേഗ പൈ ബൈ 1 പ്ലസ് ഒമേഗ എന്ന് വരും. ഇവിടെ ആകുമ്പോൾ കോസ് 180 മൈനസ് ഒമേഗ പൈ എന്ന് വരും. കോസ് 180 മൈനസ് ഒമേഗ പൈ എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ മൈനസ് മൈനസ് കൂടെ പ്ലസ് കോസ് ഒമേഗ പൈ ബൈ 1 മൈനസ് ഒമേഗ into 1 plus omega by 1 minus omega. ഇവിടെ നിന്ന് രണ്ടിടത്തു നിന്ന് കോസ് ഒമേഗ ഇങ്ങ് ഔട്ട് സൈഡ് എടുത്ത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ ഇവിടെ ക്യാൻസൽ ആകുമ്പോൾ 2 by 1 minus omega സ്ക്വയർ എന്നും ഇവിടെ 2 by 1 minus omega സ്ക്വയർ എന്നും. അപ്പോൾ രണ്ടിടത്തു നമുക്ക് 2 by 1 minus omega സ്ക്വയർ കോമൺ എടുക്കാം. അപ്പോൾ 2 by pi 1 minus omega സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ പൈ പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ 2 by pi 1 plus cos omega pi by omega 1 minus omega square. Therefore f of x equal to integral 0 to infinity 2 by pi 1 minus omega square into 1 plus cos omega pi into cos omega x d omega. Okay, thanks.